ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പി.ടി. തോമസ് തനിക്കൊപ്പം അടിയുറച്ചു നിന്ന നടി ഭാവന. തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ആശാവർക്കർമാരെ ആദരിക്കാൻ പി.ടി. തോമസിന്റെ ഭാര്യയും എം.എൽ.എയുമായ ഉമാ തോമസ് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഭാവനയുടെ പ്രതികരണം. പി.ടി. തോമസിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നും ഭാവന കൂട്ടിച്ചേർത്തു. ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഇങ്ങനെ വന്ന് പങ്കെടുത്തു പോകുന്നതിലാണ് സന്തോഷം. കറക്റ്റായിട്ട് എന്താണ് പറയേണ്ടത് എന്നറിയില്ല. എനിക്ക് ഉമ ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത്, ഉമ ചേച്ചി ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിച്ച് എന്നെ വിളിപ്പിച്ചപ്പോൾ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു വരണമെന്നുള്ളത്. പക്ഷെ പല കാരണങ്ങളാൽ ഡേറ്റിംഗ് ഇങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഇനി ഷൂട്ടിന്റെ ഡേറ്റിന്റെ പ്രശ്നമാകുമോ, ബാംഗ്ലൂരിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ. എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഡേറ്റ് മാറ്റിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അത് കറക്റ്റായി സംഭവിച്ചു. എനിക്കതിലെ ഭാഗമാകാൻ പി.ടി. തോമസ് സാറിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ വളരെ ശക്തമായി കൂടെ നിന്ന ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ കണ്ടുമുട്ടാൻ പറ്റില്ല. വളരെ അൺകണ്ടീഷണലായി മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മനസ്സ് വേണം. അതിനാൽ പി.ടി. തോമസ് സാറിനെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് പി.ടി. തോമസ് സാറിന്റെ വൈഫ് ഉമ ചേച്ചി വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സാറ് വിളിക്കുന്നത് പോലെ തന്നെയാണ്. എനിക്ക് ഇവിടെ വരണം എന്നുള്ളത് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ഹൈബിയുടെ പല പരിപാടികളിലും പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല. ഹൈബിയുടെ വൈഫ് എൻ്റെ നല്ല സുഹൃത്താണ്. ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം. അന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, കല്യാണം കഴിക്കാൻ പോകുകയാണ് എന്നൊക്കെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ അവരെ ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭാവന പറഞ്ഞു. അതേസമയം ആശാവർക്കർമാർ നാടിന് നൽകുന്ന സേവനം വലുതാണെന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ആശാവർക്കർമാരെ പോലുള്ളവർ ചിറകുകളില്ലാത്ത മാലാഖമാരാണെന്നും ഭാവന കൂട്ടിച്ചേർത്തു. ഉമാ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈബിയുടെ എം.പി, തൃക്കാക്കര നഗരസഭാധ്യക്ഷ രാധാമണി പിള്ള എന്നിവരും പങ്കെടുത്തിരുന്നു. ഭാവനയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.